ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ ഈ കോലം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇപ്പം എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. എണീറ്റ് വരുമ്പോഴാണല്ലോ നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എടുക്കുക. അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ, പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഇടുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആവുമെന്നും വിചാരിച്ചു. കാര്യം ഈ പിമ്പിൾസ് വന്നതിന് ശേഷം എൻ്റെ നോർമൽ സ്കിന്നിലേക്ക്, അതായത് ഇതിൻ്റെ പഴയ സ്കിന്നിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ ആട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്കിന്നിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ച് നീട്ടി ബോറടിപ്പിക്കാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിൽ നല്ലോണം വെള്ളം സിപ്പ് ചെയ്ത് കുടിക്കും. ഇതിനിങ്ങനെ സിപ്പർ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിക്കുന്നതിന് അങ്ങനെ അങ്ങോട്ട് മടുപ്പ് തോന്നൂല. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വായ കഴുകാതെ തന്നെ ഒരു 1-2 ഗ്ലാസ് വെള്ളം, അത് ചെറു ചൂടുവെള്ളമായ അത്രയും നല്ലത്, കുടിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വായയിൽ കുറച്ച് നല്ല ബാക്ടീരിയാസ് ഉണ്ടാകും. രാത്രി ബ്രഷ് ചെയ്ത് കിടക്കുന്നവരെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. രാത്രി നമ്മൾ എന്തായാലും ബ്രഷ് ചെയ്യണം. രാവിലെ കുറച്ച് കുറഞ്ഞാലും വേണ്ടിയില്ല, രാത്രി നല്ലോണം ബ്രഷ് ചെയ്തിട്ട് വേണം കിടക്കാൻ. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും നേരം കഴിച്ച ഫുഡൊക്കെ വായലിരിക്കുകയല്ലേ, അപ്പോൾ ചീത്ത ബാക്ടീരിയാസൊക്കെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഫോം ആവാൻ വേണ്ടിയിട്ട് കാരണമാകും. അപ്പോൾ രാത്രി നല്ലോണം ബ്രഷ് ചെയ്തിട്ട് കിടക്കണം. ഞാനൊക്കെ നല്ലോണം ബ്രഷ് ചെയ്തിട്ടോ. കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പല്ലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10-60,000 രൂപയോളം ഞാൻ മുടക്കിയതാണ്. അപ്പോൾ ബ്രഷ് ചെയ്യാതെ കിടക്കുമ്പോഴേക്ക് ആ കാര്യം ഓർമ്മ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ബ്രഷ് ചെയ്യും. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളൊരു 1-2 ഗ്ലാസ് വെള്ളം വായ കഴുകാതെ തന്നെ കുടിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യലുണ്ട്. രാവിലെ മാത്രമല്ല, ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ നമ്മുടെ വെയിറ്റിനും ഹൈറ്റിനും അനുസരിച്ചിട്ട് വെള്ളം കുടിക്കണം എന്നാണ് പറയാം. നല്ലോണം ഓവർ കുടിക്കാനല്ല, നമ്മുടെ വെയിറ്റും ഹൈറ്റും എന്താണോ അതിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം നല്ലോണം കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ആവട്ടോ. ഇങ്ങനെ ഭയങ്കര ഹെൽപ്പാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെള്ളം നല്ലോണം കുടിക്കുക, അതിലൊരു വിട്ടുവീഴ്ചയും വരുത്തരുത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരെ പോയി ഫേസ് വാഷ് ചെയ്യലാണ് കേട്ടോ. കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം വേണം ഫേസ് വാഷ് ചെയ്യാൻ. രാവിലെ ആയാലും ശരി രാത്രി ആയാലും ശരി നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷമാണ് ഫേസ് വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു നിയോഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷാണ്. ഇതൊരു ഫോമിങ് ക്ലെൻസർ ആണ് കേട്ടോ. എന്നാൽ അങ്ങനെ അങ്ങോട്ട് ഡ്രൈ ആക്കൂല സ്കിന്ന്. നമ്മളൊരു നോർമലായിട്ടുള്ള രീതിയിൽ സ്കിന്നിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ്. നല്ല ഫേസ് വാഷ് ആണ് കേട്ടോ. എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് ഈ പിമ്പിൾസ് വന്നതിന് ശേഷം. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യും ഞാൻ. അപ്പം ഞാൻ അത് ഫേസ് വെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ ആണെങ്കിൽ ഇതിന്ന് ഒരൊറ്റ പമ്പും, രാത്രിയാണെന്നുണ്ടെങ്കിൽ 1.5 പമ്പും 2 പമ്പൊക്കെയാണ് എടുക്കുക. രാത്രി കുറച്ച് കൂടുതൽ ഫേസ് വാഷ് എനിക്ക് വേണം. രാവിലെ വലിയ ഡേട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരൊറ്റ പമ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു സർക്കുലാർ മോഷനിലാട്ടോ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലോണം പ്രഷർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മിതമായിട്ടുള്ള പ്രഷറിൽ, മുഖം അങ്ങോട്ട് വലിച്ച് കീറരുത്. ഒരു മിതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ലോണം സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ ഒരു 60 സെക്കൻഡ്സ് വരെ ചെയ്ത് കൊടുക്കണം കേട്ടോ. 30 to 60 സെക്കൻഡ്സ് വരെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കണം എന്നാണ്. ഒരു ജെൻറ്റിലായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി. അപ്പം ഞാൻ അത് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയുള്ള ടവൽ എടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെയോ ഫേസ് ആറാൻ വേണ്ടിയിട്ട് വിടാം. നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന ടവൽ ഒരിക്കലും നമ്മൾ ഫേസിൽ ഉപയോഗിക്കരുത്. ഫേസിനൊരു സെപ്പറേറ്റ് ടവൽ വേണം. അത് വീക്കിലി ഒരു 2 ടൈംസോ 3 ടൈംസോ ക്ലീൻ ചെയ്യലും വേണം. ഇപ്പോൾ ഫേസൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്ന കാര്യം, ഇതിൻ്റെ പൊടിയാണ് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ. അപ്പോൾ അടുത്ത ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓയിൽമെൻറ്റ് തേക്കും. ഇത് ഫേസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഓയിൽമെൻ്റ് ആണ്. ഇപ്പം എൻ്റെ ഫേസിൽ പിമ്പിൾസും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യുന്നത് നിർത്തരുത്. ഇത് തേച്ചും കൊണ്ടേ ഇരിക്കണം. ഇത് ഇനി ഫ്യൂച്ചറിൽ വരുന്ന പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഓയിൽമെൻറ്റ്, 2 ഓയിൽമെൻറ്റ് ഉണ്ട് എനിക്ക്, ഒന്ന് നൈറ്റിലും ഒന്ന് മോർണിംഗിലും. അത് ഞാൻ നിർത്താറേ ഇല്ല, എന്തായാലും തേക്കും. അപ്പോൾ ഈ ഒരു ഓയിൽമെൻറ്റാണ് മോർണിംഗിൽ തേക്കാനുള്ളത്. ഇതൊന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട്, ഭയങ്കര തിൻ ലെയറായിട്ട് തേച്ചാൽ മതി. കുറച്ച് എമൗണ്ട് എടുത്തിട്ട്, എനിക്ക് ചീക്സിൻ്റെ ഭാഗത്താണ് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒന്നും എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ആ വന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ.
വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതിനൊരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വിടുക എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് സ്കിന്നിൽ പിടിച്ചിട്ട് വേണം ഇതിൻ്റെ മേലെ കൂടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് സ്കിന്നിൽ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ടൈം കൊണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് വരലാണ് നോർമലി ചെയ്യാറ്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡിൻ്റെ, നമ്മൾ പുതിയത് മേടിച്ചിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ ലിപ് ബാമാണ്. ഇതാവുമ്പോൾ ഇത്തിരി മതി, ഒരു ദിവസം ഫുൾ അത് അങ്ങനെ ലാസ്റ്റ് ചെയ്ത് നിന്നോളും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്മെല്ലും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യും. ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യും, പക്ഷേ ലിപ് ബാം ഇല്ലാതെ എനിക്ക് പറ്റൂല കേട്ടോ. കണ്ടോ, കുറച്ച് മതി. ഭയങ്കര മോയ്സ്ചറൈസേഷനാണ് കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും ഭയങ്കര മോയ്സ്ചറൈസേഷനാണ്. അത് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അങ്ങനെ ലിപ് ബാമും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ളത് സൺസ്ക്രീൻ ആണ്. അപ്പോൾ അതുവരേക്കും ഇതൊന്ന് ഡ്രൈ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഇതാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇത് എക്രാൻ അക്വാ ജെൽ SPF 30 വരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നില്ലേന്ന്. മോയ്സ്ചറൈസർ ഞാൻ അങ്ങനെ മോർണിംഗ് അപ്ലൈ ചെയ്യാറില്ല. കാരണം ഇതിൻ്റെ മേലെ കൂടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ ഇട്ടാൽ ഈ ഓയിൽമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയി പോകും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മോയ്സ്ചറൈസർ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല. രാത്രി പിന്നെ ഞാൻ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഫേസിൽ ഒരു മോയ്സ്ചറൈസേഷൻ വേണം, അല്ലെങ്കിൽ നല്ലോണം ഡ്രൈ ആവും രാവിലെ ആകുമ്പോഴേക്ക്. അതാണ് രാത്രി മോയ്സ്ചറൈസേഷൻ. രാത്രിയാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറ്. അപ്പോൾ രാവിലെ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ, ഈ ഒരു ഓയിൽമെൻറ്റ് കഴിഞ്ഞാൽ ഈ ഒരു സൺസ്ക്രീന് മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്യാറ്. ഇതും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെയാണ്. നല്ല സൺസ്ക്രീനാണ്. അപ്പോൾ മിനിമം നമ്മളൊരു SPF 30 എബവ് ഉള്ളതെങ്കിലും യൂസ് ചെയ്യുക. SPF 30 എങ്കിലും യൂസ് ചെയ്യണം. അതിൽ കുറഞ്ഞത് ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ സൺസ്ക്രീന് നമ്മളൊരു 10 മണി തൊട്ടാണ് മോർണിംഗ് അപ്ലൈ ചെയ്യേണ്ടത്. 10 മണി തൊട്ട് 4 മണി വരെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നല്ലോണം വെയിൽ കൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീഅപ്ലൈയും ചെയ്യണം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു 2 ഫിംഗർ റൂള് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു 2 വിരലിൽ ഇങ്ങനെ എടുക്കലാണ് കേട്ടോ. സൺസ്ക്രീൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതാണ് ഫേസിലേക്കും നെക്കിലേക്കുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഡോട്ടായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യൽ. ഇങ്ങനെ ഒന്നാകെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒന്നാകെ അങ്ങോട്ട് ബ്ലെൻഡ് ആയി പോകും. സൺസ്ക്രീൻ ശരിക്കും ഫേസിൽ ഒരു ഫിൽറ്റർ പോലെ, ജസ്റ്റ് ഒരു കവറേജ് പോലെ നിൽക്കേണ്ട സാധനമാണ്. അത് അങ്ങോട്ട് മസാജ് ചെയ്ത് കളയാൻ പാടില്ല. അപ്പം ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലോണം എല്ലാ ഭാഗത്തേക്കും എത്തും ചെയ്യും. ഒന്നാകെ അത് അങ്ങോട്ട് പോവില്ല. ഇനി ഇതിനൊരു ചെറിയ മസാജ് കൊടുത്തിട്ട്, ചെറിയ രീതിക്ക്, അങ്ങോട്ട് നല്ലോണം മസാജ് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഫിൽറ്റർ പോലെ നിൽക്കേണ്ടതാണ്. അപ്പോൾ ഒരു ചെറിയ രീതിക്ക് മസാജ് ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഓയിലി അല്ല കേട്ടോ. ഓയിലി ആയിട്ട് തോന്നുകയില്ല. വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല സൺസ്ക്രീനാണ്. ഇതിൻ്റെ തന്നെ SPF 50 വരുന്ന വേർഷൻ കുറച്ചൊരു ഓയിലി പോലെ തോന്നുന്നുണ്ട്. ടെക്സ്ചർ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം. പിന്നെ SPF 30 മതി, അതിൽ കുറയാതിരുന്നാൽ മതി. SPF 30 തന്നെ ധാരാളമാണ്. അപ്പം ഞാൻ അത് ഫേസിൽ നല്ലോണം ബ്ലെൻഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിടാൻ പാടില്ലാത്ത 2 സ്ഥലങ്ങളാണ് നമ്മുടെ ചെവിയുടെ ഈ പുറകു ഭാഗം, കഴുത്തിൻ്റെ ബാക്ക് ഭാഗം. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫേസിന് ഇങ്ങനെ വിടും. ഇനി ഫേസിൽ വേറെ കലാപരിപാടികളൊന്നുമില്ല. ഇനി ബാക്കി സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് രാത്രിയാണ്. അപ്പോൾ രാത്രി ആവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എടുക്കാനുള്ള നേരമായിട്ടുണ്ട്. ഞാൻ മേലെ ഓൾറെഡി കഴുകി, മുഖം ഞാൻ കഴുകിയിട്ടില്ല. മുഖം ജസ്റ്റ് വെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഫസ്റ്റ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഫേസ് വാഷ് എന്നാണ്. ഈ ഒരു ഫേസ് വാഷ് തന്നെയാണ് എടുക്കുന്നത്. ഇത് 2 പമ്പോളം അല്ലെങ്കിൽ ഒരു 1.5 പമ്പോളം ഞാൻ എടുക്കും. എന്നിട്ട് നമ്മൾ മോർണിംഗിൽ ചെയ്ത മാതിരി തന്നെ ഫേസിൽ ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി മേക്കപ്പും കാര്യങ്ങളും എന്തെങ്കിലും നമ്മുടെ ഫേസിൽ ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ, വാട്ടർ പ്രൂഫ് ആയത് എന്തെങ്കിലും ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൈസലാർ വാട്ടറോ അല്ലെങ്കിൽ ഒരു ക്ലൻസിങ് ബാമോ വെച്ചിട്ട് അത് റിമൂവ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് കഴുകാൻ പാടുള്ളൂ. കാര്യം വാട്ടർ പ്രൂഫ് ആയത് വെറും ഈ ഫേസ് വാഷ് കൊണ്ട് മാത്രം പോരൂല. നമുക്ക് എന്തെങ്കിലും ഒരു ഓയിലി കണ്ടന്റ് ഉള്ള എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇതാ ഫേസ് വാഷ് ചെയ്ത് ഞാൻ നല്ലോണം തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൈറ്റിൽ തേക്കാനുള്ള ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യലാണ് കേട്ടോ. നൈറ്റിൽ ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഓയിൽമെൻ്റ് ആണ്. ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെത് അഡാലിൻ നാനോ ജെല്ല് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓയിൻമെൻറ്റാണ് ഞാൻ നൈറ്റ് അപ്ലൈ ചെയ്യാറ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട്, ഒരു വൈറ്റ് കളറാട്ടോ ഇതിനുള്ളത്, ക്ലിയർ അല്ല.
ഇത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നല്ലോണം എവിടെയാണോ പിമ്പിൾസ് ഉണ്ടായിരുന്നത് ആ ഒരു ഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നമ്മൾ 4 മണിക്കൂറാണ് നൈറ്റിൽ വെക്കേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഒരു 6:30ക്കാണ്. അപ്പോൾ ഞാൻ വെക്കുക ഒരു 10:30 വരെ കേട്ടോ ഞാൻ വെക്കൽ. ഇനിയിപ്പോൾ 7 മണിക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കേണ്ടത് 11 മണി വരെ. അങ്ങനെ ഒരു 4 മണിക്കൂർ കണക്കാക്കിയിട്ട് നൈറ്റിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് സൺലൈറ്റ് ഉള്ളപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റൂല. എന്നിട്ടിത് കഴുകി കളയണം. അങ്ങനെ ഫേസിൽ വെച്ച് കിടന്നുറങ്ങരുത്. അത് കഴിഞ്ഞിട്ട് കഴുകി കളയാണ് ഞാൻ അത് ചെയ്യാറ്. അപ്പം ഞാൻ ചീക്സിൻ്റെ 2 സൈഡിലും ഈ ഒരു ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ലിപ് ബാം ആണ്. അപ്പം ഞാൻ മോർണിംഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ലിപ് ബാം തന്നെയാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമ്മൾ ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ നാളെ മോർണിംഗ് വരെ ഇതിൻ്റെ ഒരു മോയ്സ്ചറൈസേഷൻ എഫക്റ്റ് ഉണ്ടാവും. പിന്നെ റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് മേലെ താഴെയായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലിപ് ബാമും കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ലോഷനാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ബോഡി ലോഷൻ. ഇത് നൈക്കയുടെ വണ്ടർലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ വരുന്ന സ്ട്രോബെറി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ്. ഇത് നല്ല സ്മെല്ലാണ്, സ്ട്രോബെറീൻ്റെ സ്മെല്ലാണ്. ബോഡി ലോഷൻ ഞാൻ ഇപ്പം തൊട്ടിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഭയങ്കര അല്ലെങ്കിൽ രാവിലെ ഇല്ലേ നമുക്ക് ഭയങ്കര ബോഡി ഭയങ്കര മുരുമുരാന്നിരിക്കും. ശരിക്കും നമ്മൾ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിന് മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്ന പോലെ തന്നെ ബോഡി വാഷ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കും മോയ്സ്ചറൈസേഷൻ കൊടുക്കണം. അപ്പം ഞാനിത് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് കിടന്നുറങ്ങാറ്. ലാസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓയിൻമെൻറ്റ് നമ്മളൊരു 4 മണിക്കൂറെങ്കിലും അങ്ങനെ വിടണം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗായ്സ് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓയിൽമെൻ്റ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീനിലെ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. മോയ്സ്ചറൈസർ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പക്ഷേ എനിക്ക് സ്കിന്ന് രാത്രി ഭയങ്കര ഡ്രൈ ആവണേനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറെക്സ് ഹൈഡ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് ഭയങ്കര നോൺ ഗ്രീസിയാണ്, അതുപോലെ തന്നെ നോൺ ഓയിലിയാണ്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഭയങ്കര മോയ്സ്ചറൈസേഷൻ കിട്ടും ചെയ്യും. ഇതിനൊരു ലൈറ്റ് ബ്ലൂ കളറിൽ അങ്ങനെ ഒരു കളറാണ് കേട്ടോ വരിക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു രണ്ട് പമ്പ് എടുക്കും. 2 പമ്പ് എടുത്തിട്ട് കവിളിൽ നെറ്റിയിലും മൂക്കിലും ഇവിടെയായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊരു ബ്ലെൻഡ് കൊടുക്കും കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് കഴുത്തിലും അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം കൂടെ കുടിച്ചിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഓവറായിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ തന്നെ ഒരു 500 റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന പ്രൊഡക്റ്റാണ്. നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് കുറേ കാലം ഒരു 2-3 മാസം യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റും ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ സ്കിൻ കെയർ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും അതേപോലെ തന്നെ സ്കിന്നിൽ കുറച്ച് പ്രശ്നമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഏതായാലും നേരം 10:30-11 മണിയായി. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.